സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ദി ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എന്ന യൂണിറ്റിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2 സീസൺസ് ആണ്. ഒന്ന് വിന്റർ സീസണും മറ്റൊന്ന് സമ്മർ സീസണും, വേനൽക്കാലവും അതേപോലെ ശൈത്യകാലവും. അതിനുശേഷം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മറ്റു 2 സീസൺസ് ആണ്. ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, മറ്റൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കാണാൻ പറ്റും റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ. റിട്രീറ്റിംഗ് മൺസൂൺ സീസണെ നമുക്ക് വേറൊരു പേരിലും വിളിക്കാം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ എന്നും വിളിക്കാം. നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസൺ. അപ്പൊ ഈ 2 സീസൺസും കൂടി നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോവാണ്. അപ്പൊ ഏറ്റവും ആദ്യം സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. ഓക്കെ, തെക്കു പടിഞ്ഞാറ് മൺസൂൺ സീസൺ, അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത്. നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു കാലം കൂടിയാണ്, ഒരു സീസൺ കൂടിയാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ. ഒബ്സർവ് ദി മാപ്പ് ഫിഗർ 7.10. The direction of the flow of the southwest monsoon winds is shown here. The highest rainfall season of India is caused by these winds. ഓക്കെ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നതിന് കാരണമാവുന്നത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള എന്താണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകളാണ്. ഓക്കെ, സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ വീശുന്ന മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാവുന്നത്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുക. നമ്മൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് സൗത്തും വെസ്റ്റും നോർത്ത് ഈസ്റ്റും ഒക്കെ ഡയറക്ഷൻ എവിടെയെന്നുള്ളത്. ഒന്നുകൂടി ചെറിയ കൺഫ്യൂഷൻ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ പെട്ടെന്ന് സ്ക്രീനിൽ ഒന്ന് എഴുതാം. അതായത് ഈ നമ്മളിപ്പം ഒരു പേപ്പറിലേക്ക് മാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ഈ മുകൾ ഭാഗമാണ് ഏത്, നോർത്ത് വരുന്നത്. താഴ്ഭാഗം നമ്മൾ സൗത്ത് അഥവാ തെക്ക് എന്ന് പറയും അല്ലെ. നോർത്ത് എന്ന് പറയുമ്പോൾ വടക്ക്, സൗത്ത് എന്ന് പറയുമ്പോൾ തെക്ക്. അതേപോലെ ഈ വശം ഏത് വരും, ഈ വശം നമ്മൾ വെസ്റ്റ് പടിഞ്ഞാറ്, അതേപോലെ ഈ വശം ഈസ്റ്റ് ആണ്, അതായത് കിഴക്ക് അല്ലെ. ഇങ്ങനെയാണ് ഡയറക്ഷൻ പ്രധാനമായിട്ടും നമ്മൾ 4 മനസ്സിലാക്കിയത്. അപ്പോ ഈ ഒരു വിൻഡിന്റെ ഡയറക്ഷൻ നമ്മൾ നോക്കുക. ഈ ഒരു വിൻഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാ, സൗത്ത് വെസ്റ്റ് ആണ്, സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിൽ നിന്നാണ് ഇത് വീശുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വിൻഡിനെ എന്ത് വിളിക്കുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകൾ എന്ന് വിളിക്കുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകൾ എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, ആ ഡയറക്ഷൻ നിന്നാണ് അത് വീശുന്നത് എന്നതുകൊണ്ടാണ് ആ പേര് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്ക് നോക്കാം. ദി ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ഈസ് ഷോൺ ഹിയർ. ഓക്കെ, അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഡയറക്ഷൻ, സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിൽ നിന്നാണ്. നേരെ കുത്തനെയല്ല നമ്മൾ വരയ്ക്കേണ്ടത്, അതേപോലെ ഇങ്ങനെയാണോ വരയ്ക്കേണ്ടത്, അങ്ങനെയല്ല. ഈ 2 വരകളും അല്ല, പിന്നെ എങ്ങനെയാ, സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിൽ. അപ്പൊ നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് ഓർമ്മ വേണം. എവിടെയാ സൗത്ത്, എവിടെയാ വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് ഒക്കെ കൃത്യമായ ധാരണ നമുക്ക് വേണം. 10ാം ക്ലാസ്സിലെത്തിയ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അത് 2ന്റെയും ഇടയിൽ നിന്ന് ഈ ഡയറക്ഷനിൽ വീശുന്ന കാറ്റുകളാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. ഈ ടെക്സ്റ്റ് ബുക്ക് കൊടുത്ത ചിത്രത്തിൽ നമുക്ക് കുറെ അപ്പുറത്തുനിന്നൊക്കെ വീശുന്നത് പോലെ കാണും. പക്ഷെ നമ്മൾ ഓർക്കുക, സൗത്തിന്റെയും വെസ്റ്റിന്റെയും ഈ ഇടയിൽ നിന്ന് ഈ ഒരു ഡയറക്ഷനിൽ വീശുന്ന കാറ്റുകളാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ്. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ദി ഹയസ്റ്റ് റെയിൻഫോൾ സീസൺ ഓഫ് ഇന്ത്യ ഈസ് കോസ്ഡ് ബൈ ദീസ് വിൻഡ്സ്. അപ്പോൾ ഈ വിൻഡാണ്, ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമാവുന്നത്. വിച്ച് മന്ത്സ് ഡസ് ഇന്ത്യ എക്സ്പീരിയൻസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ? അതായത് ഇന്ത്യയിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഏത് മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഏതൊക്കെ മാസങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നത്, സൗത്ത് വെസ്റ്റ് മൺസൂൺ അനുഭവപ്പെടുന്നത്? ഏതൊക്കെ മാസങ്ങളാണ് നമുക്ക് അനുഭവമുള്ളതാണ്? ജൂൺ മാസത്തിലാണ് നമ്മുടെ മഴക്കാലം ആരംഭിക്കുന്നത്. അപ്പൊ ജൂൺ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, 4 മാസം നമുക്ക് അവിടെ പറയാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ മാസങ്ങളാണ് ഇവിടെ ഈ ചിത്രത്തിന് താഴെ കൊടുത്തിട്ടുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, when the sun is over the northern hemisphere, North Indian regions experience intense low pressure. ശ്രദ്ധിക്കണം, സൂര്യൻ ഇപ്പൊ എവിടെയാണ്? When the sun is over the northern hemisphere, സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിന് നേരെയാകുമ്പോൾ, ഉത്തരാർദ്ധഗോളത്തിന് നേരെയാകുമ്പോൾ, നമ്മുടെ ഇന്ത്യയൊക്കെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ആ നോർത്തേൺ ഹെമിസ്ഫിയറിന് നേരെ സൂര്യൻ വരുമ്പോൾ
നോർത്ത് ഇന്ത്യൻ റീജിയൻസ് എക്സ്പീരിയൻസ് ഇൻറ്റൻസ് ലോ പ്രഷർ. എന്ത് സംഭവിക്കും? നമ്മുടെ നോർത്ത് ഇന്ത്യൻ റീജിയൻ, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്നത് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ആ നോർത്തേൺ ഹെമിസ്ഫിയറിന് നേരെ സൂര്യൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ചൂട് കൂടും, ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പ്രഷർ കുറയും. നമ്മൾ നേരത്തെ പഠിച്ചതാ. സോ നോർത്ത് ഇന്ത്യൻ റീജിയൻസ് എക്സ്പീരിയൻസ് ഇന്റൻസ് ലോ പ്രഷർ ഡ്യൂറിങ് ദിസ് സീസൺ. അപ്പൊ ഈ സമയത്ത് നോർത്ത് ഇന്ത്യൻ റീജിയൻ എന്ത് അനുഭവപ്പെടുന്നു? അവിടെ ലോ പ്രഷർ അനുഭവപ്പെടുന്നു. ഓക്കെ, പിന്നെ ഇന്ത്യയുടെ പിന്നെ നോർത്ത് റീജിയനിൽ അഥവാ പിന്നെ ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിൽ എന്തനുഭവപ്പെടുന്നു? ഇന്റൻസ് ലോ പ്രഷർ. അതായത് ഇവിടെ പ്രഷർ വല്ലാതെ കുറയുന്നു. ഓക്കെ, അതായത് ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു എന്നർത്ഥം. Owing to the high pressure over the oceans, wind blows from high pressure to low pressure regions, that is from the Indian Ocean to the Indian subcontinent. ശ്രദ്ധിക്കുക, ഈ കാറ്റുകൾ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ത്യയിലെ സമ്മർ സീസണിൽ, അതല്ലെങ്കിൽ സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നോർത്ത് ഇന്ത്യൻ റീജിയൻസിൽ എന്ത് ചെയ്യുന്നു? അവിടെ പിന്നെ അതികഠിനമായിട്ടുള്ള പിന്നെ അല്ലെങ്കിൽ പിന്നെ അവിടെ ടെമ്പറേച്ചർ വല്ലാതെ കൂടുന്നു. അതിന്റെ ഭാഗമായിട്ട് പ്രഷർ വല്ലാതെ കുറയുന്നു. ലോ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ട് ഓയിങ് ടു ദി, നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചൊരു കൺസെപ്റ്റ് ആണ്, എപ്പോഴും കാറ്റ് വീശ എവിടെ നിന്ന് എവിടേക്കാണ്? ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലേക്കാണ്. ഹൈ പ്രഷർ റീജിയനിന്ന് ലോ പ്രഷർ റീജിയനിലേക്കാണ് കാറ്റ് വീശുക. അപ്പോൾ നമ്മൾ ഈ പിന്നെ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇന്ത്യയുടെ നോർത്ത് ഇന്ത്യൻ, ഈ മൗസിന്റെ കഴ്സർ കൊണ്ടുപോകുന്ന ഈ ഭാഗത്ത് അല്ലെ, ഇന്ത്യയുടെ നോർത്ത് ഭാഗങ്ങളിലൊക്കെ എന്താണ്? ഇപ്പോൾ ലോ പ്രഷർ ആണ്. അപ്പൊ ഈ ലോ പ്രഷർ ഉണ്ടാകുമ്പോൾ കമ്പാരിറ്റീവ്ലി ഓഷ്യന്റെ ഭാഗത്ത് എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. ആ ഹൈ പ്രഷർ ആയിട്ടുള്ള ഓഷ്യനിൽ നിന്നും ലോ പ്രഷർ ആയിട്ടുള്ള ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ഏഷ്യയുടെ ഈ ഒരു ലാൻഡ് ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു? കാറ്റ് അടിച്ചു വീശുന്നു. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലെ സെന്റൻസിലൂടെ തന്നെ പോവാം. Owing to the high pressure over the oceans, wind blows from high pressure to low pressure regions, that is from the Indian Ocean to Indian subcontinent. ഓക്കെ, ഒന്നുകൂടി ചുരുക്കി പറയുമ്പോൾ എങ്ങനെ പറയാം? Owing to the high pressure over the oceans, അതായത് പിന്നെ ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ ഈ സമയത്ത് താരതമ്യേന കൂടിയ പ്രഷറാണ്, മർദ്ദമാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് കാറ്റ് എവിടേക്ക് വീശുന്നു? എവിടുന്ന് എവിടേക്ക് വീശുന്നു? ബ്ലോസ് ഫ്രം ദി ഇന്ത്യൻ ഓഷ്യൻ ടു ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക്, ഓക്കെ, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന്, ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുന്നതും അത് തന്നെയാണ്. അപ്പൊ സമുദ്രത്തിന്റെ മുകളിൽ കമ്പാരിറ്റീവ്ലി പ്രഷർ എന്താണ്? കൂടുതലാണ്. ഈ ലാൻഡ് ഏരിയനെ സംബന്ധിച്ച് പ്രഷർ ഇവിടെ കൂടുതലാണ്. അപ്പൊ പ്രഷർ കൂടിയിട്ടുള്ള സമുദ്രത്തിന്റെ മുകളിൽ നിന്ന് പ്രഷർ കുറഞ്ഞിട്ടുള്ള ഈ കരഭാഗത്തേക്ക്, ലാൻഡ് ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നു? കാറ്റ് വീശുന്നു. അത് ഏത് ഡയറക്ഷനിലാണ്? സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നു? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് വിളിക്കുന്നു. As the winds deflect towards right due to Coriolis effect, they reach India as southwest monsoon winds. Okay, ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. കാറ്റുകളെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ പറ്റിയൊക്കെ ചെറിയ രൂപത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെന്റൻസ്. അതായത് ആസ് ദി വിൻഡ്സ് ഡിഫ്ലക്ട് ടുവേർഡ്സ് റൈറ്റ് ഡ്യൂ ടു കോറിയോലിസ് എഫക്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റുകൾ അതിന്റെ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്ത്യ എവിടെയുള്ളത്? ഇന്ത്യ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പൊ ഈ കാറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് കടക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു? അതിന്റെ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുന്നു. റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ വലത്തോട്ട് പിന്നെ ദിശ വ്യതിയാനം സംഭവിക്കുമ്പോൾ അത് ഏത് ഡയറക്ഷനിലായിട്ട് മാറുന്നു? ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിന്റെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിട്ട് മാറുന്നു. ഓക്കെ, സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലായിട്ട് മാറുന്നു. അങ്ങനെ ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകളായിട്ട് മാറും. ഓക്കെ, ആസ് ദി വിൻഡ്സ് ഡിഫ്ലക്ട് ടുവേർഡ്സ് റൈറ്റ് ഡ്യൂ ടു കോറിയോലിസ് എഫക്ട്. കോറിയോലിസ് എഫക്ട് കാരണം വലത്തോട്ട് ഈ കാറ്റുകൾ തിരിയുന്നതിനാൽ പിന്നെ they reach India as സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. അത് ഇന്ത്യയിലേക്ക് ഏത് രൂപത്തിൽ എത്തിച്ചേരുന്നത്? തെക്കു പടിഞ്ഞാറൻ കാറ്റുകളായിട്ടാണ്, സൗത്ത് വെസ്റ്റ് കാറ്റുകളായിട്ടാണ്, വിൻഡുകളായിട്ടാണ് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കാണപ്പെടുന്ന ചില കാഴ്ചകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷങ്ങളിലായിട്ട് വെള്ളപ്പൊക്കവും കനത്ത മഴയും അങ്ങനെയൊക്കെ നമ്മളിവിടെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കൊക്കെ അനുഭവമുള്ള കാര്യം കൂടിയാണ്, ചിത്രം കാണേണ്ടതില്ല എങ്കിലും. പിന്നെ
അതിന്റെ ബാക്കി ഇവിടെ പറയുന്നു, ബിക്കോസ് ഓഫ് ദി പെക്യൂലിയർ ഷേപ്പ് ഓഫ് ഇന്ത്യൻ പെനിൻസുല the southwest monsoon winds bifurcate into two branches on entering the land. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകൾ ഈ ഒരു പാരഗ്രാഫോട് കൂടി അവിടെ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അതിന്റെ ബാക്കി തുടർച്ചയായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഇവിടെ പറയുകയാണ്. മുമ്പ് പഠിക്കാത്ത കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഒന്നുകൂടി സെന്റൻസ് നമുക്ക് നോക്കാം. ബിക്കോസ് ഓഫ് ദി പെക്യൂലിയർ ഷേപ്പ് ഓഫ് ഇന്ത്യൻ പെനിൻസുല. ഇന്ത്യൻ ഉപദ്വീപിന്റെ, ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപിന്റെ ഈ പിന്നെ ഒരു പ്രത്യേക സവിശേഷമായിട്ടുള്ള ഒരു ആകൃതി കാരണം, ഓക്കെ, ഇന്ത്യൻ ഉപദ്വീപിന്റെ, ഇന്ത്യൻ പെനിൻസുലയുടെ ആ ഒരു പ്രത്യേക ആകൃതി കാരണം ദി സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ബൈഫർക്കേറ്റ് ഇൻടു ടു ബ്രാഞ്ചസ് ഓൺ എൻറ്ററിംഗ് ദി ലാൻഡ്. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്, ഓക്കെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് രണ്ട് ബ്രാഞ്ചുകളായിട്ട്, രണ്ട് ശാഖകളായി പിരിഞ്ഞിട്ടാണ് എവിടേക്ക് കയറുന്നത്? നമ്മുടെ ഇന്ത്യയുടെ കരഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. ഏതൊക്കെയാ രണ്ട് ബ്രാഞ്ചുകൾ? ശ്രദ്ധിക്കുക, എന്ന് മാർക്ക് ചെയ്യാം. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ബൈഫർക്കേറ്റ് ഇൻടു ടു ബ്രാഞ്ചസ് ഓൺ എൻറ്ററിംഗ് ദി ലാൻഡ്. ഓക്കെ, രണ്ട് ബ്രാഞ്ചുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലേക്ക്, നമ്മുടെ ഭൂമിയിലേക്ക്, ഇന്ത്യയുടെ കരഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. ആ രണ്ട് ബ്രാഞ്ചുകൾ, ഒന്ന് അറേബ്യൻ സീ ബ്രാഞ്ച്, മറ്റൊന്ന് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് പിന്നെ ഇവിടെ വരച്ച് തന്നെ പറയാം. വരച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു സെന്റൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇന്ത്യയുടെ ഒരു മാപ്പ് പിന്നെ എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ രണ്ട് ബ്രാഞ്ചസ് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ സെന്റൻസ് നമുക്ക് കവർ ചെയ്യാം. അതിനുശേഷം മാപ്പ് എടുത്ത് നമുക്ക് വരച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ബ്രാഞ്ചുകളായിട്ടാണ് നമ്മുടെ കരഭാഗത്തേക്ക് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് പ്രവേശിക്കുന്നത്. ഏതൊക്കെയാണ് രണ്ട് ബ്രാഞ്ച്? അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും. The Arabian Sea branch that reaches the coast of Kerala by early June causes heavy rainfall here. Okay, അപ്പോൾ ഇതിലെ ഒരു ബ്രാഞ്ച്, ഇത് അറേബ്യൻ സീ ബ്രാഞ്ച്, ജൂൺ മാസം ആരംഭിക്കുന്നതോടെ നമ്മുടെ കേരള തീരത്തെത്തുന്ന അല്ലെങ്കിൽ കേരളത്തിലെത്തുന്ന പിന്നെ ശാഖയാണ് അറബിക്കടൽ ശാഖ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അത് നമ്മുടെ കേരളത്തിൽ വളരെ ശക്തമായ വ്യാപകമായ മഴ കിട്ടാൻ കാരണമാവുന്നുണ്ട്, നമുക്കറിയാം. അപ്പോൾ കേരളത്തിൽ മഴ കിട്ടാൻ കാരണമാവുന്നത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിന്റെ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ ഏത് ബ്രാഞ്ചാണ്? ഈ അറേബ്യൻ സീ ബ്രാഞ്ചാണ്. നമുക്കറിയാലോ, നമ്മൾ ഏത് പിന്നെ കടലുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? അറബിക്കടലുമായിട്ടാണ്. ബംഗാൾ ഉൾക്കടലുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല, അത് തമിഴ്നാടിന്റെ അപ്പുറത്താണ്, അല്ലെ? അപ്പോൾ അറബിക്കടൽ ശാഖ, ഓക്കെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിന്റെ അറേബ്യൻ സീ ബ്രാഞ്ച് ആണ് കേരളത്തിൽ നല്ല ശക്തമായ മഴ തരുന്നത്. അത് ജൂൺ മാസം ആരംഭിക്കുമ്പോഴേക്കും കിട്ടുന്നു. Then it advances to the states of Karnataka, Goa, Maharashtra and Gujarat and causes rainfall in the western parts. ഓക്കെ, അങ്ങനെ കേരളത്തിലൂടെയാണ് പ്രധാനമായിട്ടും ഈ അറേബ്യൻ സീ ബ്രാഞ്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നല്ല മഴ കിട്ടുന്നു, പിന്നീട് അത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു? അത് നോർത്തിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാണ്. കർണാടകയിലും ഗോവയിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഒക്കെ അവിടേക്കൊക്കെ ഈ കാറ്റെത്തി അവിടെയൊക്കെ അത്യാവശ്യം നല്ല മഴ, കനത്ത മഴ കിട്ടാൻ ഈ അറേബ്യൻ സീ ബ്രാഞ്ച് കാരണമാവുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റെയിൻഫോൾ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് അലോങ് ദി ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് ദി വെസ്റ്റേൺ ഗാഡ്സ്. വൈ? ഇതൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ, കേരളത്തിന്റെ ഒക്കെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് പതിയണം. എന്താ ചോദ്യം? റെയിൻഫോൾ ഈസ് കമ്പാരിറ്റീവ്ലി ലെസ്, മഴ വളരെ കുറവാണ് എന്ന്. എവിടെ? അലോങ് ദി ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് ദി വെസ്റ്റേൺ ഗാഡ്സ്. നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ, വെസ്റ്റേൺ ഗാഡ്സിന്റെ ഈസ്റ്റേൺ സ്ലോപ്സിൽ, അതിന്റെ കിഴക്കേ ചരിവില് മഴ വളരെ കുറവാണ്. വൈ? എന്താണ് കാരണം? അതാണ് ചോദ്യം. ഓക്കെ, എന്താ കാരണം? പശ്ചിമഘട്ടം ഉള്ളത് കൊണ്ടാണ്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഇടയിലായിട്ടാണ് ഇത് നമ്മൾ പശ്ചിമഘട്ട മലനിരകൾ ഉള്ളത്, അല്ലെ? ചുരം കടന്നാണല്ലോ നമ്മൾ അങ്ങോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഈ പശ്ചിമഘട്ട മലനിരകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അറേബ്യൻ സീ ബ്രാഞ്ച് അവിടെ തട്ടി ആകാശത്തേക്ക് ഉയർന്ന് അല്ലെങ്കിൽ മുകളിലോട്ട് ഉയർന്ന് മഴമേഘങ്ങൾ ഫോം ചെയ്ത് കേരളത്തിൽ ശക്തമായ മഴ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അറേബ്യൻ സീ ബ്രാഞ്ചിനെ ഈ വെസ്റ്റേൺ ഗാഡ്സ് അവിടെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് തന്നെ ആ അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്താ? സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിന്റെ ഒരു ബ്രാഞ്ചാണ്. അപ്പൊ ആ കാറ്റ് എവിടേക്ക് പോകുന്നില്ല? തമിഴ്നാട്ടിലേക്ക്, വെസ്റ്റേൺ ഗാഡ്സിന്റെ മറുവശത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ മഴയും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോ
ഈ പശ്ചിമഘട്ട മേഖല പിന്നിടുമ്പോഴേക്കും, അതല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ വെസ്റ്റേൺ ഘാട്സ് കടന്ന് തമിഴ്നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം ആ കാറ്റിലുള്ള മോയ്സ്ചർ കണ്ടന്റ് അല്ലെങ്കിൽ ഈർപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ കാര്യമായിട്ട് മഴ, വെസ്റ്റേൺ ഘാട്സിന്റെ ഈസ്റ്റേൺ സ്ലോബ്സിൽ കാര്യമായിട്ട് മഴ കിട്ടുന്നില്ല. നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അത് ലീവേർഡ് സൈഡാണ്, ഈ കാറ്റിന്റെ ലീവേർഡ് സൈഡാണ് അല്ലെ. അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ പർവ്വതത്തിന്റെ വെസ്റ്റേൺ ഘാട്ടിന്റെ ലീവേർഡ് സൈഡാണ് ഏത്, ഈ പറയുന്ന ഈസ്റ്റേൺ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, കാര്യമായിട്ട് മഴ കിട്ടുന്നില്ല. ഓക്കെ, ആ ഒരു മാപ്പ് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി, മാപ്പ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ കേരള, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സ്റ്റേറ്റ്സിലൊക്കെ നല്ല മഴ കിട്ടാൻ കാരണമാവുന്നത് അറേബ്യൻ സീ ബ്രാഞ്ച് ആണ്. ഇനി rainfall is scarce in Rajasthan region because the monsoon branch entering through Gujarat blows parallel to the Aravalli mountain ranges. Okay, അങ്ങനെ കേരളത്തിലൂടെ കർണാടക, ഗോവ, മഹാരാഷ്ട്ര, അങ്ങനെ പോയി ഗുജറാത്ത്, അങ്ങനെ പോയി രാജസ്ഥാൻ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? റെയിൻഫോൾ ഈസ് സ്കേഴ്സ് ഇൻ ദി രാജസ്ഥാൻ റീജിയൻ ബിക്കോസ് ദി മൺസൂൺ ബ്രാഞ്ച് എൻറ്ററിംഗ് ത്രൂ ഗുജറാത്ത് ബ്ലോസ് പാരലൽ ടു ദി ആരവല്ലി മൗണ്ടൻ റീജിയൻ ഓർ മൗണ്ടൻ റേഞ്ചസ്. അതായത് എന്താ പറയുന്നത്, ഗുജറാത്തിലൂടെ രാജസ്ഥാനിലേക്ക് എത്തുന്ന ഈ മൺസൂൺ കാറ്റിന്റെ ഈ ഒരു ബ്രാഞ്ച്, അറേബ്യൻ സീ ബ്രാഞ്ച്, ആരവല്ലി പർവ്വതനിരകൾക്ക്, ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്, ആരവല്ലി പർവ്വതനിരകൾക്ക് പാരലൽ ആയിട്ട്, സമാന്തരമായിട്ട് കടന്നു പോകുന്നത് കൊണ്ട് രാജസ്ഥാനിൽ എന്ത് കിട്ടുന്നില്ല, കാര്യമായിട്ട് മഴ കിട്ടുന്നില്ല. വളരെ കുറച്ച് മാത്രമേ, വളരെ അപൂർവമായിട്ട് മാത്രമേ രാജസ്ഥാനിൽ മഴ കിട്ടുന്നുള്ളൂ. ഓക്കെ, രാജസ്ഥാന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക്, വിശാലമായ ഭാഗങ്ങളിലേക്ക് ആ കാറ്റ് കടന്നു പോകുന്നില്ല. കാരണം അതിനെ തടഞ്ഞുകൊണ്ട് അവിടെ എന്ത് നിലകൊള്ളുന്നുണ്ട്, അവിടെ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക്, രാജസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഈ കാറ്റ് എത്തിപ്പെടുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിന്റെ ഭാഗത്ത്, അതല്ലെങ്കിൽ വെസ്റ്റേൺ ഘാട്സിന്റെ ഈസ്റ്റേൺ സ്ലോബ്സിൽ മഴ കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ വെസ്റ്റേൺ ഘാട്ട് ഉണ്ട്, ഈസ്റ്റേൺ സ്ലോബ്സിലേക്ക് കാര്യമായിട്ട് കാറ്റ് എത്തുന്നില്ല. അതാണ് കാരണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ്, രാജസ്ഥാനിലെ ആരവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രാജസ്ഥാന്റെ പല ഭാഗങ്ങളിലും കാര്യമായിട്ട് മഴ കിട്ടുന്നില്ല. ഓക്കെ, ബൈ വാട്ട് നെയിം ഈസ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ നോൺ ഇൻ കേരള? കേരളത്തിൽ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പെയ്യുന്ന ഈ ഒരു മഴ ഏത് പേരിലാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്? പ്രധാനമായിട്ടും 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ പേരില? ഒന്ന് കാലവർഷം, പ്രധാനമായിട്ടും കാലവർഷം എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ ഇടവപ്പാതി എന്നും വിളിക്കാറുണ്ട്. കാലവർഷം, അതേപോലെ ഇടവപ്പാതി, ഈ 2 പേരുകളും നമ്മൾ ഈ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന മഴക്കാലത്തിന് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് 2 ബ്രാഞ്ചുകളാവുന്നു. അതിൽ അറേബ്യൻ സീ ബ്രാഞ്ചിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്റെ കാര്യം പറയാൻ പോവാണ്. അതും കൂടി പറഞ്ഞിട്ട് ഒരു മാപ്പ് വെച്ച് നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദി ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് ദി മൺസൂൺ advances northward by absorbing more moisture from the Bay of Bengal. ബേ ഓഫ് ബംഗാളിൽ നിന്ന്, അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ്, കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് ബംഗാൾ ഉൾക്കടൽ ശാഖ, ഓക്കെ, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു? അത് കൂടുതൽ മോയ്സ്ചർ ആഗിരണം ചെയ്ത് അത് നോർത്തിലേക്ക് മൂവ് ചെയ്യാണ്. അഡ്വാൻസസ് നോർത്ത് വേർഡ്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തേക്ക് അത് മൂവ് ചെയ്യാണ്. എന്നിട്ടോ ഓൺ റീച്ചിങ് വെസ്റ്റ് ബംഗാൾ, ക്രോസിംഗ് ദി സുന്ദർബൻ ഡെൽറ്റ, ഇറ്റ് ബൈഫോക്കേറ്റ്സ് ഇൻ ടു 2 ബ്രാഞ്ചസ്. അങ്ങനെ അത് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഒരുപാട് മോയ്സ്ചർ ഒക്കെ ആഗിരണം ചെയ്ത്, അബ്സോർബ് ചെയ്ത്, നോർത്തിലേക്ക് അഡ്വാൻസ് ചെയ്ത് അല്ലെങ്കിൽ മൂവ് ചെയ്ത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഇതിലെയാണ്? സുന്ദർബൻ ഡെൽറ്റയിലൂടെയാണ്. സുന്ദരവനം ഡെൽറ്റ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഓൺ റീച്ചിങ് വെസ്റ്റ് ബംഗാൾ, ക്രോസിംഗ് ദി സുന്ദർബൻ ഡെൽറ്റ, ഈ സുന്ദരവനം ഡെൽറ്റ ക്രോസ് ചെയ്തുകൊണ്ട് പശ്ചിമ ബംഗാളിലൂടെയാണ് അത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്, ഓക്കെ, മൺസൂൺ വിൻഡിന്റെ ഈ ഒരു ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് വീണ്ടും 2 ബ്രാഞ്ചുകളായി മാറും. ഇറ്റ് ബൈഫോക്കേറ്റ്സ്
into 2 branches. വീണ്ടും അതെന്താവുന്നു? വീണ്ടും 2 ബ്രാഞ്ചുകളായി മാറുന്നു. And one branch reaches the northeastern states through the Brahmaputra plains and causes heavy rainfall there. 2 ബ്രാഞ്ചുകളായി മാറുന്നു. അതിലൊരു ബ്രാഞ്ച് എങ്ങോട്ട് പോകുന്നു? വൺ ബ്രാഞ്ച് റീച്ചസ് ദി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ, ഓക്കെ, നാഗാലാൻഡ്, ത്രിപുര, മണിപ്പൂർ, മിസോറാം, അങ്ങനെയുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്കാണ് ഒരു ബ്രാഞ്ച് പോകുന്നത്. ഏതിലെയാ പോകുന്നത്? ത്രൂ ദി ബ്രഹ്മപുത്ര പ്ലെയിൻ. ബ്രഹ്മപുത്ര സമതലത്തിലൂടെയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് പോകുന്നത്. എന്നിട്ട് ആ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നല്ല മഴ കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുന്നു. ഏതാ കാരണം? അപ്പൊ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ മഴ കിട്ടാൻ കാരണമാവുന്നത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്റെ മറ്റൊരു ബ്രാഞ്ചാണ്, അല്ലെ? ഓക്കെ, മറ്റൊരു ചോദ്യം അതിനിടെ കിടക്കുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഈസ്റ്റേൺ ഹൈലാൻഡ്സ് ഇൻ ബ്രിങ്ങിങ് ഹെവി റെയിൻഫോൾ ടു ദി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്? അതായത് ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് വെസ്റ്റേൺ ഘാട്സ് ഉള്ളത് കൊണ്ടാണല്ലോ ശക്തമായ മഴ കിട്ടുന്നത്. ഈ മൺസൂൺ വിൻഡിനെ തടഞ്ഞു നിർത്തി നമുക്ക് മഴ തരുന്നത് പശ്ചിമഘട്ട മലനിരകളാണ്, വെസ്റ്റേൺ ഘാട്സ് ആണ്. അതേ റോള് തന്നെയാണ് ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. ഈസ്റ്റേൺ ഹൈലാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? കിഴക്കൻ മലനിരകളാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഉത്തരപർവ്വത മേഖല, നോർത്തേൺ മൗണ്ടൻ റീജിയനെ നമ്മൾ 3 മേഖലകളാക്കി തിരിച്ചു. ട്രാൻസ് ഹിമാലയ, ഹിമാലയ, ഈസ്റ്റേൺ ഹൈലാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഈസ്റ്റേൺ ഹൈലാൻഡിൽ വരുന്ന പർവ്വത നിരകളാണ് ഏതൊക്കെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പത്കായി ഭൂം, അല്ലെ? ഖാസി, ഖാരോ, ജയന്തിയ ഹിൽസ്. ഖാസി, ഖാരോ, ജയന്തിയ ഹിൽസ്, അതേപോലെ പത്കായി ഭൂം, അങ്ങനെയുള്ള പർവ്വത നിരകളൊക്കെ എവിടെ വരുന്നുണ്ട്? അതൊക്കെ ഈ പറയുന്ന ഈസ്റ്റേൺ ഹൈലാൻഡിന്റെ ഭാഗമാണ്. പത്കായി ഭൂം, നാഗ ഹിൽസ്, ഖാസി, ഖാരോ, ജയന്തിയ ഹിൽസ്, മിസോ ഹിൽസ്, അതൊക്കെ അതിന്റെ ഭാഗം. അപ്പോ ഈ പർവ്വത നിരകൾ, ഈ മലനിരകളൊക്കെ അവിടെ ഉള്ളത് കൊണ്ടാണ് അവിടേക്ക് പ്രവേശിക്കുന്ന ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്റെ ശാഖയെ തടഞ്ഞു നിർത്തി ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ശക്തമായ മഴ ലഭ്യമാക്കുന്നത്. ഓക്കെ, അപ്പൊ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ മഴ കിട്ടാൻ കാരണമാവുന്നത് ഈസ്റ്റേൺ ഹൈലാൻഡ്സിന്റെ പ്രസൻസ് ആണ്. അത് ആ കാറ്റുകളെ തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ് അവിടെ മഴ ലഭിക്കുന്നത്. ഇനി ചെറിയൊരു പാരഗ്രാഫും കൂടെ. The other branch enters the Ganga plains and causes rainfall in West Bengal, Bihar, Uttar Pradesh, etc. നമ്മൾ പറഞ്ഞു ഈ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് സുന്ദർബൻ ഡെൽറ്റ ക്രോസ് ചെയ്തുകൊണ്ട് വെസ്റ്റ് ബംഗാളിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് അത് വീണ്ടും 2 ബ്രാഞ്ചായി തിരിയുന്നു. ഒരു ബ്രാഞ്ച് എങ്ങോട്ട് പോയി? നേരെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് പോയി ത്രൂ ബ്രഹ്മപുത്ര പ്ലെയിൻ. ഓക്കെ, ബ്രഹ്മപുത്ര പ്ലെയിനിലൂടെ, സമതലത്തിലൂടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് ഒരു ബ്രാഞ്ച് പോയി. ഇനി മറ്റേ ബ്രാഞ്ചിനെ പറ്റിയാ പറയുന്നത്. ദി അതർ ബ്രാഞ്ച് enters the Ganga plains and causes rainfall in West Bengal, Bihar, Uttar Pradesh, etc. ഓക്കെ, ബാക്കിയുള്ള മറ്റേ ബ്രാഞ്ച്, മറ്റേ ശാഖ എവിടേക്കാ പോകുന്നത്? ഗംഗാസമതലത്തിലൂടെ അല്ലെ? പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഒക്കെ വീശി അവിടെയൊക്കെ ശക്തമായ മഴ കിട്ടാൻ കാരണമാവുന്നു. Okay, this branch merging with the Arabian Sea branch in the Punjab plains advances north further and causes heavy rainfall along the foothills of Himalaya. Okay, ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെ പഞ്ചാബ് പ്ലെയിനിലൂടെ പ്രവേശിച്ചിട്ടുള്ള ഈ ഒരു ബ്രാഞ്ചും, അതായത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്റെ മറ്റൊരു സബ് ബ്രാഞ്ചാണ് ഇത് പഞ്ചാബ് പ്ലെയിനിലേക്ക് പ്രവേശിച്ചത്. അപ്പൊ ആ ബ്രാഞ്ചും നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള അറേബ്യൻ സീ ബ്രാഞ്ച് കേരളത്തിലൂടെ, കർണാടകയിലൂടെ അങ്ങനെ പോയി പിന്നെ രാജസ്ഥാനിലെ ആരവല്ലിക്ക് സമാന്തരമായിട്ട് മൂവ് ചെയ്ത ആ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, ഈ 2 ബ്രാഞ്ചും കൂടി നോർത്തിൽ വെച്ച് പഞ്ചാബ് പ്ലെയിനിൽ വെച്ച് എന്ത് ചെയ്യുന്നു? മെർജ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ബ്രാഞ്ച് മെർജിങ് വിത്ത് ദി അറേബ്യൻ സീ ബ്രാഞ്ച് ഇൻ ദി പഞ്ചാബ് പ്ലെയിൻസ് അഡ്വാൻസസ് നോർത്ത്. അവിടുന്ന് മെർജ് ചെയ്ത് രണ്ടും കൂടി ചേർന്ന് വീണ്ടും നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നു. ആൻഡ് കോസസ് ഹെവി റെയിൻഫോൾ അലോങ് ദി ഫുട് ഹിൽസ് ഓഫ് ഹിമാലയ. ഹിമാലയത്തിന്റെ താഴ്വരയിൽ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ അടിവാര മേഖലകളിൽ വളരെ കനത്ത മഴ കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മൺസൂൺ വിൻഡിന്റെ, സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിന്റെ ഒരു വലിയ പിന്നെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ പറഞ്ഞു. അത് നമുക്ക് ഇന്ത്യയുടെ മാപ്പ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് ഒന്നുകൂടി പെട്ടെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നോക്കാം. ഒന്നുകൂടി ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് പതിയാൻ വേണ്ടി. അപ്പൊ ഇന്ത്യയുടെ മാപ്പ് ഞാനിവിടെ ഒന്ന് ഷെയർ ചെയ്യാം. സംസ്ഥാനങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പൊളിറ്റിക്കൽ മാപ്പാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പാണ്. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ വരച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമുക്കറിയാം പിന്നെ ഇതേതാണ്, ഇത് ഞാനിവിടെ സ്ക്രീനിൽ വരയ്ക്കാം. ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, താഴെ ഏതാണ്, താഴെ സൗത്ത്, മുകളിലേതാ നോർത്ത് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു സൗത്ത് വെസ്റ്റ് മൺസൂൺ, സൗത്ത് ഇന്ത്യയും വെസ്റ്റ് ഇവിടെയിൽ നിന്ന് വീശുന്ന സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകളാണ്. അപ്പോൾ ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകൾ 2 ബ്രാഞ്ചുകളായി തിരിയുന്നു എന്ന് പറഞ്ഞു അല്ലെ? ഇന്ത്യൻ പെനിൻസുലന്റെ ആ ഒരു പ്രത്യേക ഷേപ്പ് കാരണം. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മൾ പറഞ്ഞു ബിക്കോസ് ഓഫ് ദി പെക്യൂലിയർ ഷേപ്പ് ഓഫ് ദി ഇന്ത്യൻ പെനിൻസുല. ഇന്ത്യൻ പെനിൻസുലയുടെ ഇന്ത്യൻ പെനിൻസുല എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇന്ത്യൻ ഉപദ്വീപ് അല്ലെ? ഇന്ത്യൻ ഉപദ്വീപിന്റെ ഒരു പ്രത്യേക ഷേപ്പ് കാരണം ഈ കാറ്റ് 2 ബ്രാഞ്ചുകളായി തിരിയുന്നു. ഓക്കെ, അതായത് ഇന്ത്യന്റെ ഈ ഒരു ഷേപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു കോണാകൃതിയാണ് ഉദ്ദേശിക്കുന്നത്. കോൺ ആകൃതിയിൽ അല്ലെ? ഈ ഒരു ഷേപ്പ് ആണ് ഇന്ത്യക്ക്. ഓക്കെ, ഒന്നുകൂടി ഞാനിവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തത് ആ ഒരു അതിർത്തി ശരിക്കും കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരി. ഇനി നമുക്കിവിടെ വരച്ചു തുടങ്ങാം. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡുകൾ വീശുമ്പോൾ ഒന്ന് ഈ രൂപത്തിൽ നമ്മുടെ അറബിക്കടലിലൂടെ എവിടേക്കാണ്? അറബിക്കടലിലൂടെയാണ് ഒരു ബ്രാഞ്ച് വീശുന്നത്. മറ്റൊന്ന് വീശുന്നത് ഏതിലെയാ? മറ്റൊന്ന് വീശുന്നത് ബംഗാൾ ഉൾക്കടലിലൂടെയാണ്. ഓക്കെ, ബംഗാൾ ഉൾക്കടലിലൂടെയാണ് എങ്ങോട്ട് കയറുന്നത്? നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള 2 ബ്രാഞ്ചുകൾ. ഓക്കെ, ഈ ഭാഗത്തു കൂടി ലെഫ്റ്റ് സൈഡിൽ കൂടി വീശുന്നത് ഏതാണ്? അതാണ് അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലൂടെയാണെങ്കിൽ അതാണ് ഇത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. ഓക്കെ, അങ്ങനെ ഞാൻ ഒന്നുകൂടി കളർ മാറ്റാം. ഓക്കെ, അപ്പോൾ ആ 2 ബ്രാഞ്ചുകൾ മനസ്സിലായി. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞത് അറേബ്യൻ സീ ബ്രാഞ്ച് ആണ്. ഓക്കെ, ഈ കാണുന്ന അറേബ്യൻ സീ ബ്രാഞ്ച് ആണ്. ആ അറേബ്യൻ സീ ബ്രാഞ്ച് നമ്മുടെ കേരളത്തില് അല്ലെ? കേരളത്തില്, അതേപോലെ തന്നെ കർണാടകയില്, പിന്നെ അതേപോലെ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്തിന്റെ തീരങ്ങളിലൊക്കെ നല്ല ശക്തമായ മഴ കിട്ടാൻ കാരണമാവുന്നു. പക്ഷെ അത് രാജസ്ഥാനിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞു രാജസ്ഥാന്റെ ഈ ഭാഗത്ത് എന്തുണ്ട്? ഈ ഭാഗത്ത്, രാജസ്ഥാന്റെ ഈ ഭാഗത്തായിട്ട് ഒരു പർവ്വത നിര ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഒരു പർവ്വത നിര അവിടെ കിടക്കുന്നുണ്ട്. ഒന്നും കൂടി ഞാനത് മാറ്റി വരയ്ക്കുകയാണ്. ഓക്കെ, ഒരു പർവ്വത നിര അവിടെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഇതിലെ വീശുന്ന കാറ്റ് ഇവിടേക്കൊക്കെ എത്തി അവിടെയൊക്കെ മഴ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ പർവ്വത നിര അവിടെ ഉള്ളത് കൊണ്ട് രാജസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അത് കടന്നു പോവാതെ അതിന് സമാന്തരമായിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. അതിന് സമാന്തരമായിട്ട് നോർത്തിലേക്ക് നീങ്ങി അത് പഞ്ചാബ് പ്ലെയിന്റെ ഏകദേശം ആ ഭാഗത്ത് എത്തുകയാണ്. ഓക്കെ, ഇവിടെയാണ് പഞ്ചാബ്, ഈ കാണുന്നതാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എത്തുന്നു. അപ്പോൾ ഈ പറയുന്ന അറേബ്യൻ സീ ബ്രാഞ്ച് നമ്മുടെ കേരളത്തിലെ പ്രധാന മഴക്കാലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ മഴ കിട്ടാൻ കാരണം എന്താ? അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെയും തമിഴ്നാടിന്റെ ഇടയിൽ എന്ത് കിടക്കുന്നുണ്ട്? രണ്ടിന്റെ ഇടയിൽ ഈ ഭാഗത്ത് എന്ത് കിടക്കുന്നു? ഒരു പശ്ചിമഘട്ട മലനിരകൾ കിടക്കുന്നുണ്ട് അല്ലെ? ഏകദേശം ഗുജറാത്തിന്റെ ഈ ഭാഗം വരെ പശ്ചിമഘട്ട മലനിരകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ കാറ്റുകൾ പശ്ചിമഘട്ടത്തിൽ തട്ടി അല്ലെ മേലോട്ട് ഉയർന്ന് കണ്ടൻസേഷൻ നടന്ന് മേഘങ്ങളായി മാറി ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ശക്തമായ മഴ കിട്ടുന്നു. മറുഭാഗത്തേക്ക് തമിഴ്നാടിന്റെ ഭാഗത്തേക്ക് മഴ കിട്ടുന്നുമില്ല, ഈ പശ്ചിമഘട്ട മലനിരകൾ അവിടെ ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പുറത്തേക്ക് ആ കാറ്റെത്തുമ്പോഴേക്കും അതിൽ ഈർപ്പം ഒക്കെ കുറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് ഡ്രൈ വിൻഡ് ആയിരിക്കും ഏകദേശം അവിടേക്ക് താഴ്ന്നിറങ്ങുക. അപ്പൊ അത് അവിടെ മഴ കിട്ടാൻ കാരണം, തീരെ മഴ കിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷെ കേരളത്തിലൊക്കെ കിട്ടുന്നത് പോലെ പശ്ചിമഘട്ടത്തിന്റെ ഈ വെസ്റ്റേൺ സൈഡിൽ കിട്ടുന്നത് പോലെ ഈസ്റ്റേൺ സൈഡിൽ മഴ കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കി അറേബ്യൻ സീ ബ്രാഞ്ച് അല്ലെ ഇവിടേക്ക് കേരളത്തിലൂടെ, കർണാടകയിലൂടെ, ഗോവയിലൂടെ, മഹാരാഷ്ട്രയിലൂടെ അങ്ങനെ പോയി ഗുജറാത്തിലൂടെ രാജസ്ഥാനിൽ എത്തിയപ്പോൾ ആരവല്ലി പർവ്വത നിരകൾക്ക് പാരലായിട്ട് സമാന്തരമായിട്ട് മൂവുന്നത് കൊണ്ട് രാജസ്ഥാന്റെ പല പ്രദേശങ്ങളിലും പിന്നെ മഴ കിട്ടുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം നമ്മൾ അറേബ്യൻ സീ ബ്രാഞ്ചിനെ പറ്റി പറഞ്ഞത്. പിന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്, ബംഗാൾ ഉൾക്കടൽ ശാഖയെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്?
അത് ഇതാണല്ലോ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം. അപ്പൊ ഇവിടുന്ന് കൂടുതൽ ഈർപ്പം ആഗിരണം ചെയ്ത് കടലിന്റെ മുകളിൽ വാട്ടർ ബോഡീസിന്റെ മുകളിൽ സ്വാഭാവികമായിട്ട് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും. അപ്പൊ ആ മോയ്സ്ചർ ഒക്കെ അബ്സോർബ് ചെയ്ത് ആഗിരണം ചെയ്ത് ആ കാറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് ഏതിലൂടെയാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? ഈ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, അപ്പോ ആ വെസ്റ്റ് ബംഗാളിലേക്ക് ഇവിടെയുള്ള സുന്ദരബനം ഡെൽറ്റ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ആ സുന്ദരബനം ഡെൽറ്റ ക്രോസ് ചെയ്തുകൊണ്ടാണ് എവിടേക്ക് പ്രവേശിക്കുന്നത്? നമ്മുടെ പശ്ചിമ ബംഗാളിലേക്ക് ആ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്, മൺസൂൺ കാറ്റുകളുടെ, മൺസൂൺ വിൻഡിന്റെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് സുന്ദർബൻ ഡെൽറ്റ ക്രോസ് ചെയ്തുകൊണ്ട് വെസ്റ്റ് ബംഗാളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിയ ആ കാറ്റ് അവിടുന്ന് വീണ്ടും 2 ബ്രാഞ്ചുകളായി തിരിയാണ്. ഒരു ബ്രാഞ്ച് എങ്ങോട്ടാ പോകുന്നത്? ഒരു ബ്രാഞ്ച് ഈ രൂപത്തില് നീങ്ങുന്നു. അത് എവിടേക്കാ പോകുന്നത്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്. ഈ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആ സ്റ്റേറ്റ്സിനെ മൊത്തത്തില് നമ്മൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുക. ഓക്കെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്ന് പറയാം. അപ്പൊ ആ ഭാഗത്ത് ശക്തമായ മഴ കിട്ടാൻ ഈ ബ്രാഞ്ച് കാരണമാവുന്നുണ്ട്. ഓക്കെ, ഈ ബ്രാഞ്ച് ഏതിലൂടെയാ പോകുന്നത്? അത് ബ്രഹ്മപുത്ര പ്ലെയിനിലൂടെയാണ്. ഓക്കെ, ബ്രഹ്മപുത്ര സമതലത്തിലൂടെയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു ഭാഗമാണ് ഇത് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. അപ്പൊ ആ സമതലത്തിലൂടെ എവിടെ എത്തുന്നു? ഈ പറയുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നു. അവിടെയുള്ള പർവ്വത നിരകളെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെ? മിസോ ഹിൽസ്, നാഗാ ഹിൽസ്, പത്കായി ഭൂം, അല്ലെ, ഖാസി, ഗാരോ, ജയന്തിയ, അങ്ങനെയൊക്കെയുള്ള ചില കുന്നുകള്, പർവ്വത മേഖലയെ നമ്മൾ പറഞ്ഞു. ആ പർവ്വത നിരകളൊക്കെ ഉള്ളത് കൊണ്ട് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴ കിട്ടാൻ ആ ബ്രാഞ്ച് കാരണമാവുന്നു. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഈ വെസ്റ്റ് ബംഗാളിലേക്ക് എത്തിയ ബ്രാഞ്ച് 2ആയി തിരിഞ്ഞു എന്നുള്ളത്. അപ്പൊ ഒരു ബ്രാഞ്ച് ഇങ്ങോട്ട് പോയി, മറ്റൊരു ബ്രാഞ്ച് എവിടേക്കാ പോയത്? മറ്റൊരു ബ്രാഞ്ചിനെ പറ്റി ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നത്? അത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ബീഹാർ, ഉത്തർപ്രദേശ്, അങ്ങനെ അല്ലെ. വെസ്റ്റ് ബംഗാളിൽ നിന്ന് പിന്നെതാ ബീഹാർ, ഉത്തർപ്രദേശ്, ഓക്കെ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, അവിടെയൊക്കെ അതേപോലെ പഞ്ചാബ്, അവിടെയൊക്കെ ശക്തമായ മഴ കിട്ടാൻ കാരണമാവുന്നു. അങ്ങനെ അത് മൂവ് ചെയ്ത് പഞ്ചാബിലെത്തുമ്പോൾ പഞ്ചാബ് സമതലത്തിൽ വെച്ച് ആ ബ്രാഞ്ചും അതേപോലെ നേരത്തെ അറേബ്യൻ സീ ബ്രാഞ്ച് നമ്മൾ പറഞ്ഞല്ലോ, അറേബ്യൻ സീ ബ്രാഞ്ചും ഓക്കെ, രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ച് മെർജ് ചെയ്യുന്നു, കൂടിച്ചേരുന്നു. അത് കുറച്ചുകൂടി എവിടേക്ക് പോകുന്നു? നോർത്തിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ഒന്നുകൂടി വേറെ കളറിൽ മാർക്ക് ചെയ്യാം. നോർത്തിലേക്ക് മൂവ് ചെയ്ത് ഹിമാലയത്തിന്റെ താഴ്വാര പ്രദേശങ്ങൾ, അടിവാര മേഖലയിലൊക്കെ അതിശക്തമായ മഴ കിട്ടാൻ അത് കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ രൂപത്തില് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിന്റെ 2 ബ്രാഞ്ചും, അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും ഒടുവിൽ പഞ്ചാബ് പ്ലെയിനിൽ വെച്ചാണ് മെർജ് ചെയ്യുന്നത്. അത് അവിടുന്ന് കുറച്ചും കൂടി നോർത്തിലേക്ക് അഡ്വാൻസ് ചെയ്ത് ഹിമാലയത്തിന്റെ, അതല്ലെങ്കിൽ നമ്മുടെ ഹിമാലയ പർവ്വത നിരകളുടെ അല്ലെ, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിന്റെ താഴ്വാര മേഖലയിലൊക്കെ, അടിവാര മേഖലകളിലൊക്കെ കനത്ത മഴ കിട്ടാൻ കാരണമാവുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു മാപ്പ് കൂടി കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ബുക്കിലേക്ക് തന്നെ മടങ്ങാം. ഞാൻ ആ പേജ് ഇവിടെ ഷെയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും ഒക്കെ നമ്മൾ നോക്കി. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിന് അത്യാവശ്യം മാർക്കിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അതിനുശേഷം അടുത്ത സീസൺ ഇവിടെ റിട്രീറ്റിംഗ് മൺസൂൺ സീസൺ ആണ്. അത് നമ്മൾ ഇന്ന് പറയുന്നില്ല, ഈ ഒരു ക്ലാസ്സിൽ പറയുന്നില്ല. ക്ലാസ് വല്ലാതെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക്, ഈ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ് ആക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഒരു കാര്യം പറയാം. കൂട്ടത്തിൽ നമുക്ക് ചെറിയൊരു കാര്യം കൂടിയുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മഴയുടെ പിന്നെ വിതരണവുമായി ബന്ധപ്പെട്ട, എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ലല്ലോ മഴ കിട്ടുക. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ എങ്കിലും ആ കാര്യവും അതേപോലെ തന്നെ റിട്രീറ്റിംഗ് മൺസൂൺ സീസണും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. കേരളവുമായി ബന്ധപ്പെട്ട ഒന്നാണ്, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഒന്നാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി കാര്യങ്ങൾ പഠിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. Okay, thank you.